അവർക്ക് ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ ഒരു അവര് ഗ്ലാസസ് ഇങ്ങനെ കേട്ടും ഇങ്ങനെ ദേഷ്യം വെച്ചാൽ അതൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എവിടെ എവിടെ കേട്ട് ഇട്ടിട്ടുണ്ട്. വേണ്ട എന്നുള്ളത് കൊണ്ട് നമ്മള് കോൺഷ്യസ്ലി എടുത്തൊരു തീരുമാനമായിരുന്നു അന്ന്. പക്ഷെ ഇപ്പം എത്തി നിൽക്കുന്ന കാണുമ്പോഴത്തേക്കിനും ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു മനുഷ്യന്മാരല്ലേ ഉള്ളിലൊരു അപ്പൊ എന്റെ കയ്യിൽ നിന്ന് വന്ന് പോയതാണോ ക്യാൻസർ എത്തിയതെന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടോ ചെയ്യാം, ഇല്ലേ വേറെ പണി നോക്കണം. അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലാണ് ഞാൻ എത്തി നിൽക്കുന്നത്. ബിക്കോസ് ഇപ്പം അവർ പറയുന്നത് ഇപ്പൊ മഞ്ജു ചേച്ചിനെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഉർവശി ചേച്ചിനെ കണ്ടിട്ടുണ്ടോ, അപ്പൊ അവരെ പോലെയൊക്കെ ആവണം എന്നുള്ളൊരു സാധനമാണ് അവര് പറയാ. കഴിവുള്ള നടി, ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു നടി. എനിക്ക് Marul Manorama presents Lights Camera Talkil. We have the winning Vinci and Sutrawakyam cinema producer Srikanth Kantrikula. Sir, welcome to the show, sir. Thank you. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 5 വർഷങ്ങൾക്ക് മുൻപ് ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് മാത്രമുള്ള ഒരു വിൻസി എന്റെ ഇന്റർവ്യൂവിന് ഇതേപോലെ സീറ്റിൽ വന്നിരുന്നു സംസാരിച്ചപ്പോൾ ഉള്ള ഒരു വിൻസിനെ എനിക്കറിയാം. വിൻസി ഇത്രയും സിനിമകൾക്ക് ശേഷം, ഇത്രയും കഥാപാത്രങ്ങൾക്ക് ശേഷം, രേഖ എന്ന് പറയുന്ന ഒരു സിനിമയിൽ മികച്ച നടിയായിട്ട് തെരഞ്ഞെടുത്തതിന് ശേഷം, ജീവിതത്തിൽ ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് സംഭവിച്ചതിന് ശേഷം, ഇത്രയും സംഭവ വികാസങ്ങൾക്ക് ശേഷമേ ഇപ്പൊ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വിൻസി എന്ന് പറയുന്നൊരു നടിയിൽ, വിൻസി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ, വിൻസി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയൊക്കെ മാറി, എന്തൊക്കെ മാറി? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് മാറിയിട്ടുണ്ട്. അത് നോട്ട് ഫ്രം ഒരു സിനിമയിൽ നിന്ന് മാത്രം എന്നല്ല, അല്ലാതെ ജീവിതത്തിലും വേറെ പല ഏരിയാസ് ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ കിട്ടുന്ന എക്സ്പീരിയൻസ് കാരണം ഒത്തിരി മാറിയിട്ടുണ്ട്. ആൾക്കാരോട് ഡീൽ ചെയ്യുന്ന രീതി, പിന്നെ ഓരോരുത്തരെ മനസ്സിലാക്കുന്ന രീതി, പിന്നെ സിനിമയോടുള്ള അപ്രോച്ച് എല്ലാം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അച്ഛനോടും അമ്മയോടും ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാല് അവരെപ്പോഴും ഇപ്പോഴും എടുത്തു പറയുന്ന സിനിമയിൽ വന്നതിന് ശേഷം അതിനുള്ള ഏറ്റവും ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് വന്നാകുന്ന മാറ്റം എന്താന്ന് പറയാറ്? അങ്ങനെ എനിക്കറിയില്ല. ഒരു എന്താ പറയാ, അവർക്കിപ്പോ ഒരു ധൈര്യമുണ്ട്. എന്നുവെച്ചാൽ ഞാൻ പണ്ടാണെങ്കിൽ ഞാൻ എടുക്കുന്നതൊക്കെ ഒരു എടുത്തുചാട്ടമായി മാറുമായിരുന്നു. ഇപ്പൊ ഒരു ധൈര്യമുണ്ട്. ഇറ്റ്സ് ലൈക്ക് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ കൂടെ നിക്കാം എന്നുള്ളൊരു ധൈര്യം പണ്ടത് അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു ധൈര്യം ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു സിനിമയിൽ നിന്ന് കിട്ടിയത് ആയിരിക്കും. അല്ല, സിനിമയിൽ മാത്രമല്ല, കൂടെ ജീവിക്കുമ്പോ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് കൂടി ആയിരിക്കാം. മറ്റത് എന്ത് ഡിസിഷൻ എടുത്തോ എവിടെയെങ്കിലൊക്കെ പാളിപ്പോവായിരുന്നു. ഇപ്പം ഒരു ട്രസ്റ്റ് ഉണ്ട് എന്നിൽ, ഒരു ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. തെറ്റിപ്പോവില്ല. ഇനി അഥവാ തെറ്റിയാലും ഇവിടെ തന്നെ കറങ്ങി തിരിഞ്ഞ്. ഞാൻ ഇന്നാണ് ട്രെയിലർ കണ്ട സിനിമയുടെ. നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു ത്രില്ലർ മൂവിയുടെ സ്വഭാവമുള്ള ഒരു സിനിമയാണെന്നാണ്. ഈ സിനിമ വരുന്ന സമയത്ത്, ഒരു ത്രില്ലർ സിനിമ വരുന്ന സമയത്ത് വിൻസി എന്ന് പറയുന്ന നടി എത്രമാത്രം ത്രില്ല് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ സിനിമ കമ്മിറ്റ് ചെയ്യാൻ. ഈ സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമയുടെ ഈ ചോർന്നു പോകാതെ സൂത്രവാക്യം എങ്ങനെയൊക്കെ ബ്രീഫ് ചെയ്യാൻ പറ്റും? So Sutrawakyam is a very good, nice film, decent film. So it's not completely a thriller. Okay, don't go to the theaters expecting a complete thriller. Yeah. Okay, it's a family movie. So where you have a family elements, you have little comedy, you have the tinge of suspense and thrilling is there definitely, but it's not a completely in that way. But you will have it's a different experience. This movie will give you a very good experience. When you come out of the film, you will feel like, okay, I have come for a very good film. And that would be like whatever you're spending on tickets, that would be like you will be satisfied for that. Okay. Yes. ഞാൻ മനസ്സിലാക്കുന്നത് ഇതില് ഈ സിനിമയിൽ ഒരു ടീച്ചറിന്റെ റോളാണ് ചെയ്യുന്നതെന്നാണ്. അമ്മ ടീച്ചറായിരുന്നില്ലേ സോണി? ഈ സിനിമയിലെ ചില ടീച്ചർമാരുടെയൊക്കെ ചില മാനറിസംസ് നമ്മൾ കോപ്പി ചെയ്യാറുണ്ട്. ഇപ്പൊ ചില ടീച്ചർമാർ കണ്ണട വെച്ചിട്ട് ഇങ്ങനെ മാത്രം നോക്കുന്ന ഒരു കണക്ക് ടീച്ചറൊക്കെ നമുക്ക് ഭയങ്കര പരിചയമായിരിക്കും. സോണി തന്ന ടീച്ചർ ഇതില് ഈ സിനിമയിലെ കഥാപാത്രമായിട്ട് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എത്രമാത്രം ഈ കഥാപാത്രത്തിൽ സോണി എന്ന് പറഞ്ഞ അമ്മയുണ്ട് ടീച്ചർ? അമ്മ കുറച്ച് ദേഷ്യക്കാരിയായിരുന്നു ടീച്ചർ എന്ന നിലയ്ക്ക്. അതിപ്പോ മക്കളാണെങ്കിലും സ്വന്തം മക്കളാണെങ്കിലും നല്ല ദേഷ്യത്തോടെയാണ് അന്നൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. ഇതിലും ചെറിയൊരു സ്ട്രിക്ട്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനീഷ്യൽ പാർട്ടില് കുറച്ച് ദേഷ്യം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ഇതില് നോട്ട് ചെയ്തിട്ടുള്ള, അമ്മയുടെ ഒന്നല്ല, പൊതുവേ ടീച്ചേഴ്സിൽ നിന്ന് നോട്ട് ചെയ്തൊരു സാധനമുണ്ട്. ഇങ്ങനെ അവർക്ക് ദേഷ്യം വരുമ്പോ ഇങ്ങനെ ഒരു അവര് ഗ്ലാസസ് ഇങ്ങനെ കേട്ടും ഇങ്ങനെ ദേഷ്യം വെച്ചാൽ അതൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, എവിടെ എവിടെ ഇട്ടിട്ടുണ്ട്. Your mom is teacher? Yes. So she was. It's easy then. You're seeing from childhood. അങ്ങനെ ഇതിപ്പം വലിയ ത്രൂ ഔട്ട് ക്യാരക്ടർ അല്ല, പക്ഷെ കുറച്ച് ടൈമേ ഉണ്ട്. ത്രൂ ഔട്ട് അല്ല,
കുറച്ച് ടൈമേ ഉള്ളൂ. പക്ഷെ ആ ഉള്ളതിൽ മാക്സിമം ഇതുപോലത്തെ മാനറിസംസ് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ സിനിമ വരുന്ന സമയത്തെ, എസ്പെഷ്യലി ഈ സിനിമ വന്ന സമയത്ത് ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു എക്സ് ഫാക്ടർ ഉണ്ടാവുമല്ലോ, ആ ഫാക്ടർ എന്തായിരുന്നു? ഒന്ന്, ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള വീട്ടിൽ നിന്ന് പോയി വരാൻ എന്നുള്ളൊരു ഫാക്ടർ. യെസ്, ഭയങ്കര അടുത്തായിരുന്നു. അപ്പം ഒന്നത്. സെക്കൻഡ്ലി ഇവരൊരു ക്യാരക്ടർ ലുക്ക് കൊടുത്തിട്ടുണ്ട്. ആ ലുക്ക് എന്ന് പറയുന്നത് ഇതുവരെ ഞാൻ ചെയ്യാത്ത ഒരു ക്യാരക്ടർ ലുക്കാണ്. ഒരു ടീച്ചറിന്റെ ആയിക്കോട്ടെ, മാത്രമല്ല സാധാരണ എല്ലാം ഒരു ഓവർ ദ പേസ് ആക്ടിങ് ആയിരിക്കും യൂഷ്വലി. ഒന്നല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പം ഇത് അങ്ങനത്തെ അല്ല. ഇതൊരു ഇച്ചിരി ഒരു മീഡിയം, ഒരു മീഡിയത്തിന്റെയും ഡൗണിന്റെ ഇടയിൽ വരുന്ന ഒരു പേസുള്ള ക്യാരക്ടർ. അത് ഞാൻ ചെയ്യണം എന്നുണ്ട് എനിക്ക്. കുറെ പേര് കുറെ റിവ്യൂ ഒക്കെ ചെയ്യുമ്പോഴും ആണ് ഞാൻ മനസ്സിലാക്കുന്ന കുറച്ച് ഓവറാണ് എൻ്റെ എന്നുള്ളൊരു കാര്യം. അപ്പം അത് മാറ്റി ചെയ്യാനുള്ളൊരു ക്യാരക്ടർ കൂടിയായിരുന്നു എനിക്ക്. കുറച്ചൊരു സട്ടിൽ ക്യാരക്ടർ കൂടിയായിരുന്നു. ഇതിനൊക്കെ പുറമെ വളരെ കുറച്ച് ദിവസം അഭിനയിച്ചാൽ മതി. അങ്ങനെ ഒരു നല്ല മൂവിയുടെ ഒരു ഭാഗമാവാനും പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ കുറഞ്ഞു പോയൊരു ക്യാരക്ടറും അല്ല. കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പം എൻജോയ് ചെയ്ത് വീട്ടിൽ വന്ന് കിടന്നുറങ്ങാം, പോവാ, ചെയ്യാം. 80% of the technicians you know. യെസ്, അതുകൊണ്ട് ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്ററിനെ അറിയാം. Most of them she know. പെൻഡുലം എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ രജിൻ ചേട്ടനായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം രജിൻ ചേട്ടൻ ത്രൂ ആണ് ഇത് കണക്ട് ചെയ്ത് വന്നത്, ഈ ഒരു സിനിമ. And you're acting in this movie too, right? Yes, yes. Not only a producer, you're an actor too. Right. Sir, I know your background. You are from Tollywood, and you have done so many hit films there. Coming to the Malayalam film industry, I want to ask you something, that why a Malayalam movie here? Why a Malayalam movie, first of all? Malayalam, I love Malayalam films. In the whole Indian films, when we take it, everyone has different flavor. So as I have mentioned in other interviews too, even before COVID, I was watching Malayalam movies, and the way they take. So only few people know, I have also done my NIFA, New York Film Academy. I have done I know. filmmaking in US. So they teach us like how the natural filmmaking is, and you guys take one small situation and make that as a big movie. Yeah. For that, you really need to have like very grip in your skills. If you don't have that, you cannot drag that one thing into the whole thing. Just like So most of them were dubbed into Telugu and other things. So I felt like this is like they know the real movie making, and the skill, the talent, everything is there. Okay. And then when we started, I was taking so many movies in Telugu. Then I thought like I should also do one Malayalam film, which I like it. At the same time, I found I've met this director. Luckily, after taking that project, and we started doing it, and we started working it. The 2014 was very good for Malayalam. Yeah. So everyone from Telugu were asking like, do you know before, like why did you go like oh, so you are in the right channel. So I felt like okay, a little confident on this thing. Then I like to explore things, and this is the best one. This is like developing. I feel in the next 5 years or something, like it will be like in one of the top industries. It will go to the top industries. Like initially Bollywood used to be there, then Tollywood took over. Then now Mollywood will go. Definitely. സൂത്രവാക്കി അതിലൊരു പറഞ്ഞൊരു വലിയൊരു റോൾ വഹിക്കട്ടെ. സർ, we have so many talents here in Kerala, especially ഈ സിനിമയിലെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ വിൻസി is a fantastic actor here in Kerala. 100%. She got state award too. ഇവിടെ വന്നിട്ട് ഒരു മലയാള സിനിമ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ടാലൻസിനെ കാണുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു, ആസ് ആൻ ആക്ടർ, ആസ് ആൻ ഒരു മൂവി എന്തൂസിയാസ്റ്റ് എന്നുള്ള നിലയിൽ ഇവിടുത്തെ ടാലൻസിനെ പറ്റി കാണുമ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ഫീലിങ്സ് എന്താ ആസ് എ മൂവി എന്തൂസിയാസ്റ്റ്? With whom I want to work? No. I just asking, ഇവരുടെ കൂടെയുള്ള ഈ ടാലൻസിന്റെ കൂടെയുള്ള ക്രീം ഓഫ് മലയാള സിനിമയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഫീലിങ്സ് എന്താ? I was very happy. Like I was telling this when Vinci and Shine were acting, I was also sharing the screen on the same thing. Like they were like acting like very great. Like I'm a bidding actor. I'm not a very big actor like them. I'm learning.
and I have like thought of like, okay, I should do this. So they are like, I got like little mesmerized of how they're acting. So generally when you see on the camera, you'll see some sort of acting, but when you see on set, it is completely different. So we were watching a movie when they were acting. So it really felt like very good when the most cast Deepak also like very and the other the father roles and mother roles, everyone, like I was like, oh. And one more thing I can say is there is a difference in acting also in this all Tollywood acts in one way. The Kannada industry acts in different way. Tamil and Malayalam is like more natural, like very subtle acting. Subtle acting, correct. So you don't need to like over express things and all that, but that is needed in other industries. So ഇതിപ്പോ വിൻസിനെ എപ്പോഴെങ്കിലും കാണുന്ന സമയത്ത് ചോദിക്കണം എന്ന് തോന്നിയിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, ഓൾവി ഇമാജിൻ ആസ് ലൈറ്റ് താങ്കളിൽ നിന്ന് വഴുതിപ്പോയൊരു സിനിമയാണ് എന്ന്. വഴുതിപ്പോയതല്ല, ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്. അതിനെ പറ്റി അല്ല, ആ സമയത്ത് ദാറ്റ് വാസ് എ റൈറ്റ് ചോയ്സ് ആയിരുന്നു എനിക്ക്. പിന്നീട് അതിന്റെ ഹൈറ്റ്സിലോട്ട് പോകുമ്പോഴായിരുന്നു അയ്യോ എന്റെ കയ്യിൽ നിന്ന് പോയതാണല്ലോ എന്ന് എനിക്ക് തോന്നിയത്. അത് രേഖയിൽ ഒരു ഇന്റിമസി സീൻ ഉണ്ടായിരുന്നു. അപ്പം സെയിം തിങ് അതിൽ ഞാൻ കണ്ടിട്ടില്ല, മൂവി കണ്ടിട്ടില്ല. അപ്പൊ അതിലുണ്ട് ഒരു ഇന്റിമസി, കുറച്ചും കൂടി ബോൾഡ് ആയിട്ടുള്ള സീൻ ഉണ്ട്. റിപ്പീറ്റേഷൻ. അപ്പം അതിന്റെ ഒരു റിപ്പീറ്റേഷൻ വേണ്ട എന്നുള്ളത് കൊണ്ട് നമ്മള് കോൺഷ്യസ്ലി എടുത്തൊരു തീരുമാനമായിരുന്നു അന്ന്. പക്ഷെ ഇപ്പം എത്തി നിൽക്കുന്ന കാണുമ്പോഴത്തേക്കിനും ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു മനുഷ്യന്മാരല്ലേ, ഉള്ളിലൊരു അപ്പൊ എന്റെ കയ്യിൽ നിന്ന് വന്ന് പോയതാണോ ക്യാൻസർ എത്തിയത് എന്നുള്ളൊരു തോന്നലുണ്ടാവല്ലോ. അത് പായൽ കബാഡിയ മൂവിയാണെന്ന് അന്ന് അറിയായിരുന്നു. ക്യാൻസലോട്ട് പോവാനും അല്ല ക്യാൻസലോട്ട് പോവാനും സാധ്യതയുണ്ടെന്ന് അന്നേ പറഞ്ഞതാണ്. ഇതിപ്പോ ഞാൻ മുന്നേ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അപ്പച്ചന് ഇത്തരം ഇന്റിമേറ്റ് സീൻസ് ഒക്കെ അഭിനയിക്കുന്ന സമയത്ത് ആൾക്കിപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പാകത ആവുന്നുള്ളൂ എന്നുള്ളത്. ഇപ്പൊ രേഖ സിനിമയ്ക്ക് ശേഷം, മാരിവില്ലൻ സിനിമയ്ക്കൊക്കെ ശേഷം അച്ഛന്റെ ഒരു സിനിമയോടുള്ള അപ്രോച്ചിൽ ഇപ്പോ മാറ്റം വന്നിട്ടുണ്ടോ? ഇന്റിമേറ്റ് സീൻസിൽ അന്നൊന്നും അവർ അപ്പച്ചനും അമ്മയാണല്ലോ, അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മാരിവില്ലോടുക്കനെ അങ്ങനത്തെ പരിപാടി നിർത്തിയിരിക്കുകയാണ്. ജസ്റ്റ് അവർക്കത് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടൊന്നുമില്ല. അവർക്കത് പറ്റില്ലല്ലോ, ഒരു മകളുടെ ഒരു അതവർക്ക് പറ്റില്ല. അത് അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആണ്. അതവര് എത്ര ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആണ് മോള് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് കാണുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. അവർ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നും വന്നിട്ട് മേ ബി എല്ലാ പാരന്റ്സിനും ഉണ്ടാവുമായിരിക്കും, ഐ ഡോണ്ട് നോ. അത്രയും ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന പാരന്റ്സിന് മാത്രമായിരിക്കും. ഇവര് വരുന്നൊരു ബാക്ക്ഗ്രൗണ്ടേ വേറൊരു എൻറ്റയർലി ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അല്ല, അത് കാരണം കൊണ്ടല്ല ഇന്റിമസി വേണ്ടാന്ന് വെച്ചത്. അങ്ങനെ വേർത്ത് ആയിട്ടുള്ളൊരു ഇത് തോന്നുന്നില്ല എനിക്ക്. ഇപ്പം അപ്രോച്ച് ചെയ്യുന്നതിലും കുറെ ഇന്റിമസി ഉള്ള, റേപ്പ് സീൻ ഉള്ള അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വരും. നമുക്കത് ഫീൽ ചെയ്യത്തില്ല, നമുക്കത് ചെയ്യാനായിട്ട്. രേഖ വാസ് എല്ലാം കൊണ്ടും റൈറ്റ് ചോയ്സ് ആയിരുന്നു. നമുക്ക് ആ ഒരു ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു രേഖ. ആൻഡ് മാരിവിൽ ഓൾസോ ഒരു കൺവിൻസ്ഡ് മോഡ് തന്നെയായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വന്നതൊന്നും കൺവിൻസിങ് ആയില്ല, എനിക്ക് പേഴ്സണലി കൺവിൻസിങ് ആയില്ല. സോ ചെയ്യുന്നില്ല, പറയാൻ പറ്റില്ല. നാളെ Have you ever watched that movie Rekha? I should watch. It's there in Netflix. Yeah, you should watch that movie. There is a അതിലൊരു ക്ലൈമാക്സ് സീൻ ഉണ്ടല്ലോ, അതാണ് ആ സിനിമയിലെ രേഖ എന്നുള്ളൊരു പേര് പറയുന്ന ക്ലൈമാക്സ് സീൻ. അത് ഭയങ്കരമായിട്ടുള്ള അഭിനയം കാഴ്ചവെക്കേണ്ട ഒരു സീനല്ല, വളരെ കാഷ്വൽ ആയിട്ടിരുന്ന് പറയേണ്ടത്. പക്ഷെ അതിലൊരു ഇന്റൻസിറ്റി ഉണ്ടാവും വേണം, ഓവറായിട്ട് ചെയ്യാതെ. ഞാൻ ചോദിക്കുന്നത്, ആ ഷോട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആക്ടിങ്ങേക്കാരുപരി ജിത്തിന്റെ ഡയറക്ഷൻ എന്തായിരുന്നു ആ പെർട്ടിക്കുലർ ക്ലൈമാക്സ് എടുക്കുമ്പോൾ? ഒരാളെ മെന്റർ ചെയ്ത ക്യാരക്ടറിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതുണ്ട്. ചിലപ്പം ഫസ്റ്റ് ടൈം എന്നെ ആർട്ടിസ്റ്റ് കറക്റ്റ് മീറ്ററിൽ കിട്ടും. എനിക്ക് അതിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഞാൻ എന്നിലൂടെയാണ് രേഖനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ലൈക്ക് ഞാൻ എന്തായിരിക്കും അവിടെ ചെയ്യാം. ജിതിൻ കൺസീവ് ചെയ്ത രേഖ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു രേഖയായിരുന്നു.
അപ്പൊ ഇത് ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് നമ്മൾ തമ്മിൽ ഭയങ്കര ക്ലാഷാ. നമുക്ക് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തൂല്ല, എന്നാ ചോദിക്കുമ്പോ കറക്റ്റ് കിട്ടത്തൂല്ല, അങ്ങനത്തെ ഒരു ക്ലാഷ് ആയിരുന്നു. പിന്നെ 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 ത്രൂ ഔട്ട് ഒരു ആസ് എ ഹോൾ ഒരു പിക്ചർ മനസ്സിലാവും. ആക്ച്വലി ലാസ്റ്റത്തെ സീൻ രേഖ രാജേന്ദ്രൻ എന്ന് പറയുന്നതൊക്കെ തുടക്കത്തിൽ എടുത്തുള്ളതാണ്. ക്ലൈമാക്സ് ഫസ്റ്റ് ഒരു ഐഡിയ കിട്ടിത്തുടങ്ങി, ആ ടൈമിലൊക്കെ കിട്ടിത്തുടങ്ങി. അത് ജിതിന്റെ പ്രോപ്പർ മെന്ററിങ് കൊണ്ട് മാത്രം നടന്നൊരു സംഭവമാണ്. അതിപ്പം യൂഷ്വലി കുറെ ഡയറക്ടേഴ്സ് ഒന്നും ഇടപെടില്ല അങ്ങനത്തെ കാര്യങ്ങളിൽ. അങ്ങനെ ഒരു സ്പേസ് തന്നിരുന്നുണ്ടെങ്കിൽ എനിക്ക് അവാർഡും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഇറ്റ്സ് ലൈക്ക് അതിനെ ഒരു പലയിടത്തും എന്നെ അത്രയും ക്ലോസ് ഭയങ്കരമായിട്ട് പിടിച്ചിട്ടുണ്ട്. അതായത് ഇത്ര ചെയ്താൽ മതി അല്ലെങ്കിൽ ഇത്ര ചെയ്യണം, ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര എനിക്ക് മൊത്തത്തിൽ ആഫ്റ്റർ ഒരു ലാസ്റ്റ് ഷോട്ട് ഉണ്ട്, അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിനു മുന്നേ വരെ ഇത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി ഈ പടം എന്നായിരുന്നു ഒരു മെന്റാലിറ്റി. സ്ട്രഗിൾ ഉണ്ട്, ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു ഇഷ്ടപ്പെടാത്തൊരു സ്ട്രെസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് നല്ലോണം പണിയെടുത്തൊരു സിനിമ എന്നുള്ളൊരു തോന്നല് വരുന്നത്. സോ അത് യെസ്, ജിതിന്റെ ഡയറക്ഷൻ ഇസ്. When you were doing, you expected that it will go for a state award? ഞാന് ലാസ്റ്റ് ഡേ തന്നെ ഇതിന്റെ ഫൈറ്റ് മാസ്റ്റർ അഷ്റഫ് ഗുരുക്കള് പറഞ്ഞു ഇത് ഇപ്രാവശ്യത്തെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തൊട്ട് പിന്നെ നമ്മള് ലാസ്റ്റ് ക്ലൈമാക്സ് സീനൊക്കെ ഓരോന്ന് വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ മൈൻഡിലൂടെ ഒരു ജേർണി ഉണ്ടാവും, ഇതിന്റെ ഒരു കറക്റ്റ് ജേർണി ഉണ്ടാവും. മേലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അച്ഛൻ്റെ ഒരു അതൊരു വേറൊരു ജേർണി ആയിരുന്നു. അത് ഒരു പെയിനിലൂടെയും ഒരു സഫറിങ്ങിലൂടെയും വരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരാളങ്ങനെ പറയുമ്പോ അങ്ങനെ ഒരു അവാർഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്കുള്ളിൽ ഫീൽ ചെയ്യും മേ ബി കിട്ടും, കാരണം അത്രയും പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. ഈ വിൻസി അലോഷ്യസ് എന്ന് പറഞ്ഞൊരു നടിയുടെ ഒരു കഴിവിന്റെ കാര്യത്തിൽ, നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യലിന്റെ കാര്യത്തിൽ ഇവിടെ ആരും എതിരഭിപ്രായം പറയാൻ ചാൻസ് ഇല്ല, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ. കഴിവുള്ള നടി, ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു നടി, ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള നടി, അവർക്ക് വരുന്ന ഓഫറുകളുടെ എണ്ണം കുറഞ്ഞു പോകുന്നത് അപ്പോ കഴിവിന്റെ പേരിലല്ലായിരിക്കും. അപ്പോൾ ഇവിടെ മലയാള സിനിമ പോലുള്ള ഒരു ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു നടിക്ക് അപ്പോൾ കൃത്യമായിട്ട് ഓഫർ വരണം അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും സ്വാധീനിച്ചിട്ടുണ്ടാവുമെന്നാ ഇപ്പൊ വിചാരിക്കുക? അറിയില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിവിന്റെ കാര്യത്തിൽ എനിക്കും പലപ്പോഴും ഞാൻ എവിടേക്കോ കുറച്ച് ഓവറാണോ ആക്ടിങ് എന്നുള്ള തോന്നിയിട്ടുണ്ട്. അപ്പം ഇറ്റ്സ് ലൈക്ക് കഴിവുണ്ട്, പക്ഷെ ആ കഴിവ് കൺട്രോൾഡ് ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ളതിൽ ഞാൻ കുറച്ച് ഫെയിലിയർ ആണ്. അതിനെ ഞാൻ ഇംപ്രൂവ് ചെയ്യണം. ആൻഡ് ഓപ്പർച്യൂണിറ്റീസിന്റെ കേസിൽ ഒരു സിനിമ എന്ന് പറയുന്നത് ഒത്തിരി പേരുടെ മൈൻഡ് ഇൻവോൾവ് ആയിട്ടുള്ളൊരു, ഇപ്പം എന്നെ എടുക്കാൻ ഒരാൾ ഇഷ്ടപ്പെട്ടു വന്നാൽ വേറൊരാൾ പറയാണ് വേണ്ട കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവിടെ ക്യാൻസൽ ആവും. സോ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു മൈൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലായിടത്തും പറയുന്ന പോലെ ഇപ്പം സറണ്ടറിങ് ആണ്. അതായത് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടോ ചെയ്യാം, ഇല്ലേ വേറെ പണി നോക്കണം. അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലാണ് ഞാൻ എത്തി നിൽക്കുന്നത്. ബിക്കോസ് എനിക്ക് ഇതിന്റെ പിന്നാലെ പോയി ഇപ്പം ഓക്കെ ഞാനിപ്പം ഇവർ പ്രൊഡ്യൂസേഴ്സിന് ഇതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ ഒരു പടം ഹിറ്റായ ദേ വിൽ ഗെറ്റ് ബാക്ക് ദെയർ മണി. നമുക്ക് ഒരു ഹിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നെക്സ്റ്റ് വേണം, വീണ്ടും ഹിറ്റ് കിട്ടിയാൽ എനിക്ക് നെക്സ്റ്റ് വേണം. ഈ അടങ്ങാത്തൊരു ആഗ്രഹമായിരിക്കും എനിക്ക്. ഞാൻ അങ്ങനെ എൻ്റെ മൈൻഡ് അതിലോട്ട് അങ്ങനെ പോയി വരുമ്പോഴത്തേക്കിനും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള വേറെയും പല ഏരിയാസ് ഉണ്ട്. മേ ബി എൻ്റെ ഫാമിലി ആയിരിക്കാം, വേറെയും കുറെ ഏരിയാസ് ഉണ്ട്, ആർക്കിടെക്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെയും പാഷൻ ഉള്ള കുറെ ഏരിയാസ് ഉണ്ട്. എനിക്ക് അവിടെയും കൂടെ നോക്കണം. ഒന്നിന്റെ പുറകെ പോയി അതിൽ മാത്രം ഇൻവോൾവ് ആവുന്നതിനോടും എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇതിപ്പം എനിക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് കയ്യിൽ ഉണ്ടായിട്ടല്ല ഞാൻ ഈ പ്രസംഗിക്കുന്നത്. എങ്കിൽ പോലും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോയേ പറ്റൂ, അത് നിർത്താൻ പാടില്ല എന്നുള്ളൊരു ഇതിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ സംസാരിക്കുമ്പോ ഒരു ആക്ടേഴ്സിന് ഉണ്ടാവുന്ന ഒരു അനിശ്ചിതത്വം ഉണ്ടല്ലോ. അതായത് ഒരു സിനിമ കഴിഞ്ഞിട്ട് അടുത്ത സിനിമ കിട്ടാനുള്ളൊരു ചിലപ്പോൾ കുറെ സമയം എടുക്കുമായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഒരു സിനിമ കഴിഞ്ഞ് 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സിനിമ സംഭവിക്കുക. നമ്മളൊരു ആർക്കിടെക്ചർ പഠിച്ചൊരു കുട്ടിയാണ്, നമ്മൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സിനിമ
കഴിഞ്ഞ് വേറൊരു സിനിമ കിട്ടാനുള്ള ദൂരത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രഷറും ഈ സ്ട്രെസ്സും ഒക്കെ ഇല്ല? അയ്യോ അടുത്ത സിനിമ വന്നില്ല, അപ്പൊ ഞാൻ അടുത്ത ജോലി ഉണ്ടാക്കണോ എന്നുള്ളൊരു ആ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഞാനിപ്പം ആഫ്റ്റർ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് ശേഷം, ഞാൻ സ്റ്റേറ്റ് അവാർഡിന് പറയല്ല, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് ശേഷം ഞാൻ ചെയ്ത സിനിമയാണ് സൂത്രവാക്യം. വേറൊരു സിനിമ ചെയ്തിട്ടില്ല. സൂത്രവാക്യം ഓൾസോ ഈ കഴിഞ്ഞ നവംബറിലാണ് ഞാൻ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 2 വർഷമാവാൻ പോകുന്നു. അതിലൊരു സിനിമയാണ് ചെയ്യുന്നത്. ഒരു മൂവിക്ക് ഡബും ചെയ്തു എന്നല്ലാതെ നത്തിങ് ഹാപ്പൻഡ്. ബട്ട് ഫോർച്ചുനേറ്റ്ലി എനിക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് വേറെ കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ എല്ലായിടത്തും ഇപ്പം ഒരു സിനിമ ഇല്ലാതിരിക്കുന്ന സമയത്ത് പോലും ഐ എം വർക്കിംഗ് ഓൺ മൈസെൽഫ്. ഇപ്പൊ സ്ട്രെസ് ഉണ്ട്, എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു, അപ്പൊ സിനിമ ഇല്ലെങ്കിൽ ലൈഫ് ഇല്ലേ, ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. എങ്ങനെ കോപ്പപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആലോചിക്കുമല്ലോ. ആൻഡ് ഞാൻ ആ ടൈമിലൊക്കെ ഞാൻ എൻ്റെ ഹെൽത്താണ് നോക്കിക്കൊണ്ടിരുന്നിരുന്ന. ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആയിരുന്നു എൻ്റെ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. എൻ്റെ ആൾക്കാരോട് ഇടപഴകുന്ന രീതിയിൽ ഞാൻ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇന്റേണലി അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് റിലേഷൻഷിപ്പിലൊക്കെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ഇരിക്കുന്ന അല്ലെങ്കിൽ ബോറിങ്, വെരി ബോറിങ്, കഴിഞ്ഞു എൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു സമയം എനിക്ക് ഉണ്ടായിട്ടില്ല. ഐ എം വർക്കിംഗ് ഓൺ സംതിങ് ഓൾവേസ്. സിനിമ ഇല്ലെങ്കിൽ വേറെ പലതും ഉണ്ട്. ഇപ്പം ഗദ്ദാഫിക്ക് വർക്കിന് പുറമെ എത്ര കാര്യങ്ങളുണ്ടാവും നമ്മളുടെ മൈൻഡിനെ എഫക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള എത്ര ഏരിയ ഉണ്ടാവും ഇന്റേണലി ഒക്കെ. അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കല്ലേ ഡെഫിനറ്റ്ലി. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും വൺസ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് നമ്മൾ സിനിമയുടെ ഒരു ഹിറ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ പിന്നെയും സിനിമയിലേക്ക് തന്നെ ഒന്ന് എന്തെങ്കിലുമൊക്കെ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് നിന്നാൽ മതി എന്ന് അതിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന ഒരു മാഗ്നറ്റിക് പവർ അല്ലേ, അത് സിനിമയിലേക്ക് തന്നെ പിന്നെയും. അപ്പൊ ഈ സിനിമ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രഷർ, അത് നമ്മൾ മെന്റലി ബാധിക്കാറുണ്ടോ? അത് ബാധിക്കുമ്പോഴാണല്ലോ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ നോക്കുക. ഡെഫിനറ്റ്ലി ബാധിക്കും. എനിക്കും ബാധിച്ചിട്ടുണ്ട്. എനിക്ക് വികൃതി കഴിഞ്ഞിട്ട് 2 വർഷം കോവിഡ് കൊണ്ടുപോയി. അത് ബാധിച്ചു. പക്ഷെ അതിൽ നമ്മൾ ഓവർകം ചെയ്തു വന്നപ്പോഴാണ് ജനഗണമന, ഭീമന്റെ വഴി, അങ്ങനെ എല്ലാം വരാൻ തുടങ്ങിയത്. സെയിം ഹോപ്പ് ഇവിടെ ഉണ്ട്. എനിക്ക് സിനിമ എന്ന് പറയുന്നത് ഇഷ്ടമാണ്. ആ ജോലി വേറെ ജോലി ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യങ്ങളില്ല. അഭിനയിക്കാനാണ് ഇഷ്ടം. സോ വരും എന്നുള്ള ഹോപ്പ് ഉണ്ട്. ഇനി വന്നില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ, വേറെ പണി നോക്കണം. ആൻഡ് ലൈഫാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആര് ഏത് മേഖലയിലാണെങ്കിലും, ഗദ്ദാഫി സിനിമയിലല്ല, വേറൊരു മേഖലയിലാണ്. ഇപ്പൊ ഏത് മേഖലയും നമ്മളെ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ലൈഫിൽ നമ്മൾ എത്തിച്ചേരേണ്ടത് ഒരു സാധനം ഉണ്ടാവും. സക്സസ് എന്ന് ഡിഫൈൻ എന്താണെന്നുള്ളതിന്റെ കുറെ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ പഠിച്ച് മുന്നോട്ട് പോണം എന്നുള്ളത് തന്നെയാണ് ഡെഫിനറ്റ്ലി. ഓക്കെ, അവസാനമായിട്ടേ എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അപ്പച്ചനും അമ്മച്ചിക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ ആക്ടിങ്ങിന്റെ കാര്യം. ഇപ്പൊ ഇത്രയും സിനിമ കഴിഞ്ഞു, മകൾ അറിയപ്പെടുന്നത് ഇപ്പൊ അവരറിയപ്പെടുന്നത് മകളുടെ പേരില്ല. ഇപ്പൊ അപ്പച്ചനും അമ്മച്ചിയും ടീച്ചറായിട്ടുള്ള, ഡ്രൈവറായിട്ടുള്ള പാരന്റ്സ് അറിയപ്പെടുന്ന മകളുടെ പേരില്ല. ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നർ ഉള്ളൊരു കുടുംബത്തിൽ നിന്ന് ഇപ്പൊ വരുന്നത്. അവരുടെ അപ്രോച്ചില് സിനിമയോടുള്ള മാറ്റം വന്നിട്ടുണ്ടോ? അവരുടെ അപ്രോച്ചില് സിനിമ ഇനിയും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അവരിൽ ഇപ്പോഴല്ല, കുറെ മുന്നേ ആഫ്റ്റർ നായകൻ ഫസ്റ്റ് മൂവി കഴിഞ്ഞു തൊട്ടപ്പോ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അവർക്ക് ആ ഒരു ഏരിയ പരിചയമായപ്പോ അവർക്ക് ഓക്കെ കാണണം. ഇപ്പം അവര് പറയുന്നത് ഇപ്പൊ മഞ്ജു ചേച്ചിനെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉർവശി ചേച്ചിനെ കണ്ടിട്ടുണ്ടോ, അപ്പൊ അവരെ പോലൊക്കെ ആവണം എന്നുള്ളൊരു സാധനമാണ് അവര് പറയാ. അതിപ്പോഴും ഉണ്ട് അവരുടെ ഉള്ളിലും മാത്രമല്ല, എൻ്റെ ഉള്ളിലും ആഗ്രഹമുണ്ട് സിനിമയിൽ നിലനിന്ന് പോണം, അല്ലെങ്കിൽ മുന്നോട്ട് പോണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ആൻഡ് വേറെ എന്ന് പറയുമ്പോഴത്തേക്കും എന്നെക്കാളും കൂടുതൽ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നത് അവരാണ്. എസ്പെഷ്യലി ഓരോ റിവ്യൂ ഇരുന്ന് കാണും, എല്ലാത്തിന്റെയും ഒരു അപ്ഡേറ്റ്. ഇപ്പം ഒരു സിനിമ ഇറങ്ങിയാൽ ഞാൻ ആദ്യം അപ്പച്ചനോട് പോയിട്ട് എന്താ സിനിമയുടെ അവസ്ഥ എന്താ എന്ന് ചോദിക്കുന്നത് അപ്പച്ചനോടായിരിക്കും. വെരി കണക്റ്റഡ് ആയി. അതുവരെ ഒരു അകലിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ വല്ലപ്പോഴും തിയേറ്ററിൽ പോയി നിന്ന് സിനിമ കാണും എന്നല്ലാതെ ഇപ്പം മമ്മൂക്കേനെയും മോഹൻലാലിനൊക്കെ അടുത്ത് വീട്ടിലെ ആരെയോ പോലൊക്കെയാണ് അവർ. എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി അവരുടെ വീട് എന്ന് വെച്ചാൽ അവരുടെ ഓരോ അപ്ഡേറ്റ്സും ഇവരാണ് മെയിൻലി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അമ്മേനെക്കാട്ടി കൂടുതൽ അപ്പച്ചനാണ് ഒരു അപ്ഡേറ്റ്സും ഓരോന്നും എല്ലാവരും നോക്കി. വി ആർ റെസ്പെക്ടിങ് ഹിറ്റ് ഹിയർ സൂത്രവാക്യത്തിന്റെ നമ്മൾ എക്സ്പെക്ടേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്ന സിനിമയാവട്ടെ സൂത്രവാക്യം. ഇനിയും മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. വിൻസിന് ഈ പറഞ്ഞ പോലെ രേഖ പോലെ തന്നെ നിറഞ്ഞ് മലയാള സിനിമയിൽ കാണാൻ സാധിക്കട്ടെ. എല്ലാവരും ആശംസകൾ കണ്ടു. താങ്ക് യു സോ മച്ച്.